സോ ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അങ്ങനെ നമ്മളെല്ലാവരും ഇനി കാത്തിരിക്കുന്നത് സൂപ്പർ കപ്പിന് വേണ്ടിയിട്ടാണ്. ISL അവസാനിച്ചു. ISL കേരള ബ്ലാസ്റ്റേഴ്സിന് കുറച്ച് നേരത്തെ അവസാനിച്ചതാണ്. പക്ഷേ ഇപ്പോൾ മോഹൻ ബഗാൻ ചാമ്പ്യന്മാരായിക്കൊണ്ട് ഷീൽഡും കപ്പും ഒരുമിച്ച് വിൻ ചെയ്യുന്ന രീതിയിൽ മോഹൻ ബഗാൻ ഈ ഒരു സീസണിൽ മാറിയിട്ടുണ്ട്. നമുക്കൊക്കെ അത് കണ്ടിരിക്കാൻ മാത്രമേ വിധിയുള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ സൂപ്പർ കപ്പിന് കാത്തിരിക്കുന്നതും ഒരു കപ്പ് ഉറപ്പിച്ചിട്ടൊന്നുമല്ല, പുതിയൊരു കോച്ചാണ്. സോ സൂപ്പർ കപ്പ് ഒരു തരത്തിൽ നമുക്കൊരു പ്രീ സീസണായിട്ട് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. സോ അവിടെ അദ്ദേഹം ഉപയോഗിക്കാൻ പോകുന്ന, നമ്മുടെ പുതിയ പരിശീലകൻ ഉപയോഗിക്കാൻ പോകുന്ന ഫോർമേഷൻ എന്തായിരിക്കും, ഗെയിം സ്റ്റൈൽ എന്തായിരിക്കും, ഒരു ഡിഫറൻസ് അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ സാധിക്കുമോ, ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ശരിക്കും നമ്മൾ സൂപ്പർ കപ്പിന് വേണ്ടി കാത്തിരിക്കുന്നത്. സോ എന്തായാലും ഈ പറഞ്ഞ പോലെ ഈ ഒരു കോച്ചിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഓൾറെഡി അതേപറ്റി പ്രീവിയസ് സീസൺസിലെ മാച്ചസ് കണ്ടതിന് ശേഷം ഷെയർ ചെയ്തതിനനുസരിച്ച് കൂടുതലും അദ്ദേഹം യൂസ് ചെയ്തിട്ടുള്ളത് ഒരു സിംഗിൾ സ്ട്രൈക്കർ പ്ലസ് 2 വിങ്ങേഴ്സ്, ആ ഒരു നമ്മൾ കഴിഞ്ഞ സീസണിൽ സ്റ്റാർ ഉപയോഗിച്ച രീതിയിൽ തന്നെയുള്ള ഒരു 4-3-3 ഫോർമേഷൻ, അത് 4-2-3-1 ആയിട്ടും 4-1-2-3 ആ രീതിയിലുള്ള വേരിയേഷൻസ് ഒക്കെ കൊണ്ടുവന്ന് ഡബിൾ സ്ട്രൈക്കറിൽ നിന്ന് മാറി ഒരു സിംഗിൾ സ്ട്രൈക്കർ ഫോർമേഷനാണ് കൂടുതലും ഇദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ളത്. അതേസമയം 4-4-2 ഉപയോഗിച്ചിട്ട് കളിച്ചിട്ടുള്ള മാച്ചുകൾ കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ മാച്ചുകൾ കണ്ട ശേഷം 4-4-2 ഇദ്ദേഹം എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ സംസാരിക്കുന്നതായിരിക്കും. പക്ഷേ ഇപ്പോൾ നിലവിൽ നമുക്കൊരു ഇനീഷ്യൽ ഐഡിയ, ഒരു ഇനീഷ്യൽ ഇംപ്രഷനൊക്കെ വെച്ചിട്ട് ഒരു 4-3-3 ഫോർമേഷൻ സിംഗിൾ സ്ട്രൈക്കറിനെ വെച്ച് യൂസ് ചെയ്യാനുള്ള ചാൻസസ് ആണ് കൂടുതൽ കാണുന്നത്. സോ ഇവിടെ 4-3-3 ഫോർമേഷൻ നമ്മൾ വീണ്ടും കാണുമ്പോൾ ഒരു സമയത്ത് 4-4-2 ഫോർമേഷൻ ഉപയോഗിച്ച് റിസൾട്ടുകൾ ഉണ്ടാക്കി ഇവാനെ പറ്റി നമുക്കറിയാം. ആൻഡ് ആ സമയത്ത് നമ്മൾ പറഞ്ഞൊരു കാര്യമാണ് ഈ 4-4-2 വേഴ്സസ് 4-3-3 കമ്പാരിസണിലേക്ക് വരുമ്പോൾ 4-3-3 കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫോർമേഷനാണ്. നല്ല രീതിയിലുള്ള അറ്റാക്കിംഗ് പാറ്റേൺസും ഓപ്ഷൻസും ഡോമിനൻസും നല്ല രീതിയിൽ ഡിഫൻസീവ് ഷേപ്പും എല്ലാം അത്യാവശ്യം കിട്ടുന്ന ഒരു അഡ്വാൻസ്ഡ് ഫോർമേഷനാണ് 4-3-3. അതേസമയം 4-4-2 ഫ്ലാറ്റിലേക്ക് വരുമ്പോൾ ഒരു ബേസിക് ആയിട്ടുള്ള കുറച്ചുകൂടി ലിമിറ്റഡ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഉള്ള എന്നാൽ വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഫോർമേഷനാണ് ഒരു ഫ്ലാറ്റ് 4-4-2 എന്ന് പറയുന്നത്. ആൻഡ് ഈ പറഞ്ഞ നമ്മളൊരു അഡ്വാൻസ്ഡ് ഫോർമേഷൻ ഉപയോഗിക്കുമ്പോൾ ആ രീതിയിലുള്ള റിക്വയർമെൻറ്റ് കൂടി ഒരു ഫോർമേഷന് വരാറുണ്ട്. പ്ലേയേഴ്സിൻ്റെ പെർഫോമൻസ് ആണെങ്കിലും ക്വാളിറ്റി ആണെങ്കിലും പ്ലേയേഴ്സിൻ്റെ റോളുകൾ, അത് അവർക്ക് എടുക്കാൻ പറ്റുന്ന റോളുകളാണെങ്കിലും അതെല്ലാം കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് ആ ഒരു ഫോർമേഷനിൽ വന്നാൽ മാത്രമേ അത് ക്ലിക്ക് ആവാൻ ചാൻസസ് ഉള്ളൂ. കഴിഞ്ഞ സീസണിൽ നമുക്ക് പലയിടങ്ങളിൽ പ്രശ്നങ്ങൾ വരാനുള്ള കാരണവും ആ ഫോർമേഷൻ മാസ്റ്റർ ചെയ്യാനുള്ള രീതിയിൽ പ്ലേയേഴ്സിൻ്റെ പെർഫോമൻസ് വന്നിരുന്നില്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്ലേയേഴ്സ് നമുക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ആൻഡ് ഇവിടെ 4-3-3 വീണ്ടും കറ്റാല ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം നേരിടാൻ ചാൻസ് ഉള്ള, അല്ലെങ്കിൽ അദ്ദേഹം മറികടക്കേണ്ട കുറച്ച് ചാലഞ്ചസ് ഉണ്ട്, അല്ലെങ്കിൽ ടാക്ടിക്കലി ആ ഒരു ഫോർമേഷനിൽ വരുന്ന കുറച്ച് പ്രശ്നങ്ങൾ, ആ ഒരു പ്രശ്നങ്ങൾ കറ്റാല എങ്ങനെ മറികടക്കും എന്നുള്ളത് കാണാനാണ് ഞാൻ പേഴ്സണലി സൂപ്പർ കപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഈ 4-3-3 ഫോർമേഷനും 4-4-2 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ഡിഫറൻസ് എന്ന് പറയുന്നത് വിങ്ങേഴ്സിനെ യൂസ് ചെയ്യുന്ന രീതിയാണ്. 4-4-2 ഒരു ഔട്ട്സൈഡ് മിഡ്ഫീൽഡർ എന്ന രീതിയിൽ 2 സ്ട്രൈക്കർ ഫ്രണ്ടിലുള്ളപ്പോൾ ഈ 2 മിഡ്ഫീൽഡേഴ്സ്, ഒരു നമ്മൾ ലൂണ ഉപയോഗിക്കുമ്പോഴാണെങ്കിലും സഹലിനെ ഉപയോഗിക്കുമ്പോഴാണെങ്കിലും ഇപ്പോൾ രാഹുൽ, ബ്രൈസ്, അങ്ങനെ ഏത് പ്ലേയേഴ്സിനെ ഉപയോഗിക്കുകയാണെങ്കിലും അവരുടെ ഒരു സ്റ്റാർട്ടിംഗ് പോസ്റ്റ് എന്ന് പറയുന്നത് ഒരു സെൻറ്റർ ഏരിയയിലായിരിക്കും. ആൻഡ് അവർക്ക് കുറച്ചുകൂടി ഡിഫൻസീവ്ലി ഇറങ്ങി വരാനും ആ ഒരു ഡിഫൻസീവ് ലൈനോട് കുറച്ചുകൂടി ചേർന്ന് നിന്ന് കളിക്കാനൊക്കെ ഉള്ള ഒരു ഓപ്ഷൻ പലപ്പോഴും ആ ഒരു സ്റ്റാർട്ടിംഗ് പോർഷൻ അതായതുകൊണ്ട് അവർക്ക് കിട്ടാറുണ്ട്. അതേസമയം 4-3-3 വരുമ്പോൾ അവിടെ ഒരു ഔട്ട്സൈഡ് മിഡ്ഫീൽഡറിനേക്കാൾ കൂടുതൽ ഒരു ഔട്ട്സൈഡ് ഫോർവേഡ്, അല്ലെങ്കിൽ സ്ട്രൈക്കറിന് 2 സൈഡിലായിട്ട് നിൽക്കുന്ന അറ്റാക്കിംഗ് പ്ലെയർ എന്ന രീതിയിലാണ് അവിടെ വിങ്ങേഴ്സിന് ഉപയോഗിക്കുന്നത്. കഴിഞ്ഞ സീസൺ ആണെങ്കിൽ നോവ സദോ, എയ്മാൻ, അമവിയ, കോറു സിംഗ് തുടങ്ങിയ പ്ലേയേഴ്സിനെല്ലാം ആ രീതിയിൽ നമ്മുടെ സ്റ്റാർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇവിടെ ഒരു അറ്റാക്കിംഗ് മൈൻഡഡ് ആയിട്ടുള്ള വിങ്ങറിനെ ഉപയോഗിക്കുമ്പോൾ ആ വിങ്ങറും ഫുൾ ബാക്കും തമ്മിലുള്ള ഗ്യാപ്പാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് വരാറുള്ളത്. കഴിഞ്ഞ സീസണിൽ സ്റ്റാറെ കളിപ്പിച്ചിരുന്ന സമയത്ത് ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ടുണ്ടായിരുന്നതും ഈ ഗ്യാപ്പാണ്. 4-4-2 അപേക്ഷിച്ച് ഇവിടെ മധ്യനിരയിൽ നമുക്ക് 2 പേർക്ക് പകരം 3 പേര് ഒരു എക്സ്ട്രാ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ പോലും ഈ 3 പ്ലേയേഴ്സും സെൻട്രലൈസ്ഡ് ആണ്. ഇപ്പോൾ 4-2-3-1 ഉപയോഗിക്കുകയാണെങ്കിലും 4-2-1-3 ഉപയോഗിക്കുകയാണെങ്കിലും ഈ 3 പ്ലേയേഴ്സും സെൻട്രലി ആ ഒരു സൈഡിൽ ഒരു ട്രയാങ്കിൾ അല്ലെങ്കിൽ ഒരു വി ഷേപ്പ് അത്തരത്തിലൊക്കെ ഫോർമേഷൻ ഫോം ചെയ്യുമ്പോൾ സെൻട്രലി ആയിരിക്കും ഇവിടെ കൂടുതൽ പോർഷൻ ഉണ്ടാവുക. സോ അതുകൊണ്ട് തന്നെ ഔട്ട്സൈഡ് മിഡ്ഫീൽഡർ എന്ന് പറയുന്ന ഒരു സംഭവം ഇവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ ആ ഗ്യാപ്പിൽ, ആ ഒരു സെൻട്രൽ ഏരിയയിൽ ഒരു എക്സ്ട്രാ പ്ലെയറിനെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പണന്റ് ടീമിൻ്റെ ഫുൾ ബാക്ക് ഓവർലാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ പ്ലെയർ മിഡ്ഫീൽഡിൽ നിന്ന് അങ്ങോട്ടേക്ക് ചെന്ന് ഓവർലോഡ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഈ പറഞ്ഞ പോലെ നമ്മുടെ ടീമിന് പ്രശ്നമായിട്ട് വരാറുണ്ട്. അത്തരം സാഹചര്യങ്ങളിൽ നമ്മുടെ ഫോർവേഡ് മുന്നിൽ നിന്ന് ഒരുപാട് ഇറങ്ങി വരേണ്ട ഒരു സിറ്റുവേഷൻ, അവർ അറ്റാക്കിംഗ് സൈഡിലായിരിക്കും അല്ലെങ്കിൽ അറ്റാക്കിംഗ് ഹാഫിലായിരിക്കും ഉണ്ടാവുക. ഈ ഡിഫെൻഡ് ചെയ്യുന്ന സമയത്ത് അത് വളരെയധികം ഇറങ്ങി വന്ന് ഡിഫെൻസീവ് ഡ്യൂട്ടീസ് എക്സ്ട്രാ എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ പല സമയത്തും വരാറുണ്ട്. സോ ഇവിടെ ഈ പറഞ്ഞൊരു പ്രശ്നം മറികടക്കാനുള്ള 2 ഓപ്ഷൻ എന്ന് പറയുന്നത്, ഒന്നുകിൽ മിഡ്ഫീൽഡിൽ നിന്നൊരു പ്ലെയറിനെ സൈഡിലേക്ക് വലിപ്പിക്കുക, അല്ലെങ്കിൽ സൈഡിലേക്ക് കൊണ്ടുവന്ന് അവിടെ ഒരു കവർ കൊണ്ടുവരിക. അവിടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ സെൻട്രലിൽ നിന്നൊരു പ്ലെയർ അകത്തേക്ക് വരുമ്പോൾ അവിടെ എപ്പോഴും സെൻട്രൽ ഒരു സ്പേസ് ഓപ്പൺ ആയിട്ട് വരും. ഫുട്ബോളിൽ എപ്പോഴും ഡിഫെൻസീവ്ലി പ്രയോറിറ്റി കൊടുക്കുന്നത് സെൻട്രൽ സ്പേസസിനാണ്, അവിടെ ആദ്യം കവർ ചെയ്യുക എന്നുള്ളതാണ്. സോ ആ ഒരു സിറ്റുവേഷൻ
സിറ്റുവേഷനിൽ സെൻട്രിൽ നിന്ന് ഒരു പ്ലെയർ ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ ആ ഗ്യാപ്പ് ഓപ്പൺ പ്ലേയേഴ്സ് 1-to-1 കളിച്ച് ട്രയാങ്കിളൊക്കെ കളിച്ച് യൂസ് ചെയ്യാനും ആ സെൻട്രൽ സ്പേസസ് കുറച്ചുകൂടി നല്ല രീതിയിൽ ഉപയോഗിക്കാനുള്ള ചാൻസസ് ഉണ്ട്. സോ അതുകൊണ്ട് ഈ പറഞ്ഞ സെൻട്രൽ പ്ലേയേഴ്സിന് അല്ലെങ്കിൽ സെൻട്രൽ മിഡ്ഫീൽഡേഴ്സ് അല്ലെങ്കിൽ ഡിഫൻസീവ് മിഡ്ഫീൽഡർ തുടങ്ങിയ പ്ലേയേഴ്സിന് സെൻട്രൽ സ്പേസസ് ഒരു പ്രയോറിറ്റി ആയിട്ട് കൊടുത്ത് അധികം വൈഡിലേക്ക് പോകാതെ മാനേജ് ചെയ്യേണ്ട ഒരു പ്രശ്നം വരും. അല്ലെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് വിങ്ങറിന് കുറച്ചുകൂടി ഇറങ്ങി വരേണ്ട ചുമതല. അവരിപ്പോൾ അറ്റാക്കിലാണെങ്കിലും അവിടെ ഒരു 2 versus 1 സിറ്റുവേഷൻ ഉണ്ടാക്കിയെടുക്കാതിരിക്കുക. അതിന് ഈ പറഞ്ഞ അറ്റാക്കിംഗ് മൈൻഡഡ് ആയിട്ടുള്ള വിങ്ങേഴ്സ് ഡിഫൻസീവില് കുറച്ചുകൂടി കെയർ കൊടുക്കേണ്ടതിന്റെ ഒരു ആവശ്യം വരാറുണ്ട്. സോ ഈ ഒരു ഗ്യാപ്പ് അല്ലെങ്കിൽ ഒരു ഫുൾ ബാക്ക് ആൻഡ് വിങ്ങർ ഇടയിലുള്ള ഗ്യാപ്പ് തന്നെയാണ് ഇവിടുത്തെ ഒരു പ്രശ്നം. ആൻഡ് ഇവിടെ ഒരു പ്രശ്നം പരിഹരിക്കാൻ പല സമയത്തും ഡിഫൻസീവ് ഫേസിൽ, അതായത് ഓപ്പണന്റ് ബിൽഡപ്പ് ചെയ്യുന്ന സമയത്ത്, ഓപ്പണന്റ് അറ്റാക്ക് ചെയ്യുന്ന സമയത്ത്, ഓപ്പണന്റെ കയ്യിൽ പന്തുള്ള സമയത്ത് പല 4-3-3 കളിക്കുന്ന ടീമുകളുടെയും ഒരു ഡിഫൻസീവ് ഷേപ്പ് എന്ന് പറയുന്നത് 4-5-1 ആവാറുണ്ട്, അല്ലെങ്കിൽ 4-1-4-1. ആ രീതിയിൽ രണ്ട് വിങ്ങേഴ്സും നമ്മുടെ അറ്റാക്കിംഗ് മൈൻഡായിട്ടുള്ള രണ്ട് വിങ്ങേഴ്സും ഇറങ്ങി നിന്ന് മിഡ്ഫീൽഡിൻ്റെ ഭാഗമാവുന്ന ഔട്ട്സൈഡ് മിഡ്ഫീൽഡർ എന്ന റോളിലേക്ക് വരുന്നത് നമ്മൾ കാണാറുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ കറ്റാലയുടെ പ്രീവിയസ് ടീമുകൾ പരിശോധിക്കുമ്പോഴും ഇതേ രീതിയിൽ രണ്ട് വിങ്ങേഴ്സ് നല്ല രീതിയിൽ ഇറങ്ങി വന്നിട്ട് ആ ഒരു മിഡ്ഫീൽഡിൽ ഒരു 5 men ഫോം ചെയ്യും. ഇങ്ങനെ വരുമ്പോൾ ഇത് സോൾഡ് ആണ്. ഇത് നല്ല നീറ്റായിട്ടുള്ള അല്ലെങ്കിൽ അത്യാവശ്യം ടൈറ്റ് ആയിട്ടുള്ള ഒരു ഡിഫൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയാണ്. 4-4-2 അപേക്ഷിച്ച് ഇവിടെ എക്സ്ട്രാ സെൻട്രൽ ഒരു പ്ലെയറിൻ്റെ എക്സ്ട്രാ സേവനം നമുക്ക് കിട്ടുന്നുണ്ട്. ഒരൊറ്റ പ്ലെയർ മാത്രമായിരിക്കും ഫ്രണ്ടിലുണ്ടാവുക, ബാക്കി 3 പ്ലേയേഴ്സ് സെൻട്രലും അതുപോലെ തന്നെ വിങ് കവർ ചെയ്യാൻ 2 വിങ്ങേഴ്സിൻ്റെ ഒരു സേവനം നമുക്ക് കിട്ടും. സോ ഇത് വളരെ നീറ്റായിട്ട് വളരെ സേഫായിട്ട് ഒരു സോൾഡായിട്ട് ഡിഫെൻഡ് ചെയ്യാൻ നമുക്കൊരു അവസരം ഉണ്ടാക്കി തരുന്നത് പോലെ തന്നെയാണ് ഈ ഒരു ഷേപ്പ് വരുന്നത് ഡിഫൻസീവ് ഫേസിൽ. ആൻഡ് ഇവിടെയാണ് രണ്ടാമത്തെ ആ ഒരു ചാലഞ്ച് വരുന്നത്. ഇവിടെ ഇങ്ങനെ എല്ലാ പ്ലേയേഴ്സും ഹാഫിലേക്ക് നിൽക്കുമ്പോൾ ഒരൊറ്റ സ്ട്രൈക്കർ മാത്രം അപ്പുറത്ത് നിൽക്കുമ്പോൾ പല സമയത്തും ഈ പറഞ്ഞ പോലെ സ്ട്രൈക്കർ ആ ഒരു റിക്കവർ ചെയ്യുന്ന പന്തുകൾ സ്ട്രൈക്കറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ സ്ട്രൈക്കർ ഐസൊലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ആ പ്ലെയറിന് കാര്യമായ രീതിയിലുള്ള ഒരു മുന്നോട്ട് പോകാനുള്ള ഓപ്ഷനോ ആ പ്ലെയർ ടൈറ്റ് ആയിട്ട് മാർക്കഡ് ആയിരിക്കും. 2 സെൻറ്റർ ബാക്കിൻ്റെ നടുവിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഈ സ്ട്രൈക്കർ വരുന്നത്. സോ ആദ്യത്തിലേക്ക് ഒരു പന്ത് കിട്ടിക്കഴിഞ്ഞാൽ ആ പന്ത് ടേൺ ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു ഓപ്ഷൻ പലപ്പോഴും അവർക്ക് ഉണ്ടാവണമെന്നില്ല. ഇവിടെ ഒരു എഫക്റ്റീവ് കൗണ്ടർ ഓപ്ഷൻ എന്ന രീതിയിൽ വിങ്ങേഴ്സിനെ 2 വിങ്ങേഴ്സിനെയും ഓവർലാപ്പ് ചെയ്യും വെച്ചുകൊണ്ട് റിക്കവർ ചെയ്യുന്ന ആ ഒരു പോയിന്റിൽ ഓവർലാപ്പ് ചെയ്യും വെച്ചുകൊണ്ട് പന്ത് വിങ്ങറിലേക്ക് സപ്ലൈ ചെയ്ത് കൗണ്ടർ അറ്റാക്ക് നല്ല രീതിയിൽ ഈ പറഞ്ഞ 4-3-3 യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ അത് എപ്പോഴും സാധിക്കുന്ന ഒരു കാര്യമായിരിക്കണമെന്നില്ല. പല സമയത്തും ഈ വിങ്ങറിലേക്ക് പന്തുകൾ എത്തിക്കാൻ പാകത്തിന് വിങ്ങർ ഓവർലാപ്ഡ് ആയിരിക്കണം ആ റിക്കവർ ചെയ്യുന്ന ആ മൊമെന്റിൽ തന്നെ. അതല്ലാത്ത പക്ഷം നമ്മൾ നേരെ പന്ത് ഫ്രണ്ടിലേക്ക് അടിച്ചു കഴിഞ്ഞാൽ അത് സ്ട്രൈക്കറിനാണ് നമ്മുടെ ടീമായിട്ട് കിട്ടാൻ ചാൻസ് ഉള്ളത്. അങ്ങനെ ആ സ്ട്രൈക്കറിന് കിട്ടിക്കഴിഞ്ഞാൽ ആ സ്ട്രൈക്കർ നല്ല രീതിയിൽ ലോക്ക്ഡ് ആയിരിക്കും. സോ ആ ഒരു സ്ട്രൈക്കർ ഒന്നല്ലെങ്കിൽ പന്ത് കീപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടും അല്ലെങ്കിൽ പിന്നെയും ബാക്കിലേക്ക് പാസ് കളിക്കേണ്ടി വരും. ആൻഡ് ഇവിടെ ഇത്രയും പ്ലേയേഴ്സ് ഓൺ ഹാഫിലേക്ക് വന്ന് ഇറങ്ങി നിന്ന് പന്ത് റിക്കവർ ചെയ്യുന്ന ശ്രമങ്ങൾ നടത്തുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ഡിഫൻസിൽ സ്റ്റക്കായി പോകാനുള്ളത്, അതായത് കണ്ടിന്യൂസ്ലി നമ്മൾ ഡിഫെൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ റിക്കവർ ചെയ്താൽ തന്നെ നമുക്കത് ഹോൾഡ് ചെയ്യാൻ പറ്റാത്തൊരു പ്രശ്നം പലപ്പോഴായിട്ട് വരാറുണ്ട്. നമ്മൾ ആ പന്ത് റിക്കവർ ചെയ്താലും നമുക്ക് ഈ പറഞ്ഞ ഫ്രണ്ടിലേക്ക് പ്രോഗ്രസീവായിട്ട് കളിച്ച് പോകാൻ അവിടെ ഹോൾഡ് ചെയ്യാനോ പാകത്തിന് പ്ലേയേഴ്സ് കൃത്യമായ രീതിയിൽ പൊസിഷനിലേക്ക് നിൽക്കാത്തത്. കാരണം എല്ലാവരും അടുത്തടുത്ത് അല്ലെങ്കിൽ ആ ഒരു ഹാഫിൽ കൺജസ്റ്റഡായിട്ട് നിൽക്കുന്ന സമയത്ത് അവിടെ പ്രോപ്പറായിട്ട് ഹോൾഡിങ്ങും പന്ത് ഈ പറഞ്ഞ ഫ്ലോ അവിടെ നടക്കണമെന്നില്ല. സോ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഹോൾഡ് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ട് വരും. ഓപ്പണന്റ് വീണ്ടും അത് റിക്കവർ ചെയ്യും. ആൻഡ് അങ്ങനെ നമ്മൾ ഡിഫെൻഡ് ചെയ്യുന്നു, റിക്കവർ ചെയ്യുന്നു, പക്ഷേ അത് ഓപ്പണന്റ് എടുത്ത് അറ്റാക്ക് ചെയ്യുന്നു. അങ്ങനെ കണ്ടിന്യൂസ്ലി നമ്മൾ ഡിഫൻസിൽ ഈ സ്റ്റക്കായി പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. സോ അങ്ങനെ ഒരു പ്രശ്നം ഈ പറഞ്ഞ പോലെ ഒരു 4-5-1 ഡിഫൻസീവ് ഷേപ്പ് സോൾഡർ എന്ന് പറയുമ്പോഴും അത് റിക്കവർ ചെയ്യുമ്പോൾ അതിന് പാകത്തിന് വിങ്ങേഴ്സ് ഓവർലാപ്പ് ചെയ്ത് സ്ട്രൈക്കർ ആ പന്ത് ഹോൾഡ് ചെയ്ത് മിഡ്ഫീൽഡേഴ്സ് മുന്നോട്ട് കയറി വന്ന് അത്തരത്തിൽ നല്ല രീതിയിൽ ആ റിക്കവർ ചെയ്യുന്ന പന്ത് ഹോൾഡ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ഫോറെവർ നമ്മൾ ആ ഒരു ഡിഫൻസിൽ ലോക്കായി പോകാനുള്ള ചാൻസസും ഇതിൻ്റെ മറ്റൊരു പ്രശ്നമായിട്ട് പറയാം. ആൻഡ് ഇവിടെ ഇത് കുറച്ചുകൂടി പ്രശ്നമായിട്ട് വരുന്നത് ഡിഫൻസീവ് ട്രാൻസിഷനിലാണ്. അതായത് നമ്മൾ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളെ കയ്യിൽ പന്തിരിക്കുന്ന സമയത്ത് ഓപ്പണന്റ് ഹാഫിൽ വെച്ച് നമ്മൾ പന്ത് നഷ്ടപ്പെടുത്തുന്ന സിറ്റുവേഷനിലാണ് ഈ പറഞ്ഞ വിങ്ങിലെ സ്പേസും ഇവിടുത്തെ വൈഡിൽ ആളില്ലാത്തതും ഔട്ട്സൈഡ് മിഡ്ഫീൽഡറിൻ്റെ ആ ഒരു പ്രസൻസ് ഇല്ലായ്മയൊക്കെ നമുക്ക് കൂടുതൽ എഫക്റ്റ് ആവുന്നത്. കാരണം ഈ 4-3-3 ഫോർമേഷനിൽ വിങ്ങേഴ്സിനെ 2 ഔട്ട്സൈഡ് ഫോർവേഡ്സ് ആയിട്ട് യൂസ് ചെയ്യുമെന്ന് പറയുമ്പോൾ അതിനൊത്ത ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആ വിങ്ങേഴ്സ് ഓവർലാപ്ഡ് ആയിട്ട് പോകുമ്പോൾ പിന്നെ ഈ പറഞ്ഞ ആ ഒരു പന്ത് ഓപ്പണന്റ് ഹാഫിലേക്ക് എത്തിക്കുക എന്ന് പറയുന്ന ഡ്യൂട്ടി കൂടുതൽ വരുന്നത് ഫുൾ ബാക്സിനാണ്. പല ടീമുകളും ഈ 4-3-3 യൂസ് ചെയ്യുമ്പോൾ 4-2-3-1 ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഫുൾ ബാക്കിന് ആ ഒരു ഇമ്പോർട്ടൻസ് അറ്റാക്കിംഗ് വൈസ് കൊടുക്കാറുണ്ട്. സോ അവർ കുറച്ചുകൂടി മുന്നോട്ട് കയറി വരും, അവർ ഓവർലാപ്പ് ചെയ്ത് വരും, അവർ അഡ്വാൻസ് ചെയ്ത് വരും, അവർക്ക് കൂടുതൽ ക്രോസുകൾ ബോക്സിനകത്തേക്ക് കൊടുക്കാനുള്ള ഒരു റോൾ ഉണ്ടാവും. അത്തരം സിറ്റുവേഷൻസിൽ ഈ പറഞ്ഞ പോലെ ഒരു ട്രാൻസിഷൻ വരികയാണെങ്കിൽ, നമ്മൾ പന്ത് നഷ്ടപ്പെടുത്തുകയാണെങ്കിൽ, ഓപ്പണന്റ് ഹാഫിൽ വെച്ച് പന്ത് നഷ്ടപ്പെടുത്തുന്ന സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് അത് വരുന്ന സമയത്ത്, പന്ത് ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് 2 സൈഡിലെ പ്ലേയേഴ്സ് വേക്കൻ്റ് ആയിരിക്കും. നമ്മുടെ വിങ്ങേഴ്സോടെ ഉണ്ടാവണമെന്നില്ല, ഫുൾ ബാക്സോടെ ഉണ്ടാവണമെന്നില്ല. സോ ഫുൾ ബാക്ക് ഇറങ്ങി വന്നാലും വിങ്ങർ അത്രയും ഫ്രണ്ടിൽ നിൽക്കുന്ന വിങ്ങറിന് ഓവർലാപ്പ് ചെയ്ത് ഇറങ്ങി വരിക അല്ലെങ്കിൽ ട്രാക്ക് ബാക്ക് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കും. സോ അത്തരം സിറ്റുവേഷനിൽ ട്രാൻസിഷൻ സ്റ്റേജിൽ ടീം നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. ആൻഡ് അവസാനമായിട്ട് ഈ പറഞ്ഞ പ്രശ്നം റിക്കവർ ചെയ്യാൻ പല കോച്ചുമാരും ഇൻക്ലൂഡിങ് സ്റ്റാറെ ശ്രമിച്ചൊരു കാര്യമാണ് കൗണ്ടർ പ്രസ്സിങ്. അഥവാ നമ്മൾ ഓപ്പണന്റ് ഹാഫിൽ വെച്ച് പന്ത് നഷ്ടപ്പെടുത്തുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് അത് റിക്കവർ ചെയ്യുക. റിക്കവർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ നമ്മുടെ ഡിഫൻസീവ് വീക്ക്നെസ്സുകൾ അല്ലെങ്കിൽ ഡിഫൻസിലെ ഗ്യാപ്സ്, ഫുൾ ബാക്ക് ഓവർലാപ്ഡ് ആയിരിക്കുന്നത്, വിങ്ങർ ഇല്ലാത്തത്,
വരുന്നത് അത് എഫക്റ്റ് ആവില്ല. ആ ഓപ്പണന്റ് ഹാഫിൽ വെച്ച് പന്ത് നഷ്ടപ്പെടുന്ന ആ പോയിന്റിൽ തന്നെ മാക്സിമം പ്ലേയേഴ്സ് ഏതൊക്കെ പ്ലേയേഴ്സ് ആണോ ആ സമയത്ത് പന്തിനടുത്തുള്ളത് ആ പ്ലേയേഴ്സ് എല്ലാം പോയി പ്രസ് ചെയ്ത് ചിലപ്പോൾ 2 പേരൊക്കെ അറ്റ് എ ടൈം പോയി പ്രസ് ചെയ്തിട്ട് പന്ത് റിക്കവർ ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്താം. അങ്ങനെ പന്ത് റിക്കവർ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് അറ്റാക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇങ്ങനെ കൗണ്ടർ പ്രസ് ചെയ്യുമ്പോൾ അത് പന്ത് റിക്കവർ ചെയ്യാൻ പറ്റണം. നമ്മൾ കഴിഞ്ഞ സീസണിൽ ഈ പറഞ്ഞ കൗണ്ടർ പ്രസ്സിങ്ങിന് പോയിട്ട് ഹൈ ലൈനിലേക്ക് അത് പോകുന്നതും പല പ്ലേയേഴ്സും ഔട്ട് ഓഫ് പൊസിഷനായി പോകുന്നതും അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് നമ്മൾ ഡിഫൻസ് ഒട്ടും ഓർഗനൈസ്ഡ് അല്ലാതെ അല്ലെങ്കിൽ ആ പറഞ്ഞ ഡിഫൻസീവ് ഒരു ലൈൻ പോലും ഷേപ്പിൽ കീപ്പ് ചെയ്യാൻ പറ്റാതെ അങ്ങനെ ചിതറിപ്പോകുന്നൊരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. ഓരോരുത്തരും അഡ്വാൻസ് ചെയ്യുമ്പോഴും അവരുടെ പുറകിൽ ഒരു ഗ്യാപ്പാണ് ഓപ്പൺ ആയി വരുന്നത്. ഇപ്പോൾ അതിൻ്റെ കുറച്ച് അത്യാവശ്യം പാസ് കളിക്കുന്ന വൺ ടച്ച് കളിക്കുന്ന ഈ പറഞ്ഞ പോലെ ഹോൾഡ് ചെയ്യാൻ എബിലിറ്റി ഉള്ള ഫിസിക്കൽ സ്ട്രെങ്ത് ഒക്കെ ഉള്ള ടീമാണെങ്കിൽ അതിന് നല്ല രീതിയിൽ ആ കൗണ്ടർ പ്രസ്സിനെ നല്ല രീതിയിൽ റിക്കവർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഈ പറഞ്ഞ പോലെ കുറച്ചുകൂടി എളുപ്പമായിട്ട് മാറും. നമ്മൾ ഗ്യാപ്പ് അവർ കണ്ടുപിടിക്കാതിരിക്കാനാണ് ഈ പറഞ്ഞ പോലെ കൗണ്ടർ പ്രസ് ചെയ്യുന്നത്. പക്ഷേ അത് കൂടുതൽ ഗ്യാപ്പിലേക്ക് പോകുന്നതും അത് അവർക്ക് കൂടുതൽ ഓപ്ഷൻസ് കൊടുക്കുന്നതും ആയിട്ട് കാണാറുണ്ട്. ഇത് കഴിഞ്ഞ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് സ്റ്റാറുടെ കീഴിൽ കളിച്ച സമയത്തെല്ലാം നമ്മൾ കണ്ടൊരു കാര്യമാണ് ഹൈ ലൈനിലേക്ക് പോകുന്നതും പ്ലേയേഴ്സൊക്കെ അഡ്വാൻസ് ചെയ്ത് പ്രസ് ചെയ്യുന്നതും ഒക്കെ അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. സോ ഇവിടെ ഈ പറഞ്ഞ 4-4-2 വേഴ്സസ് 4-3-3 കമ്പാരിസണിൽ ഞാൻ പറഞ്ഞ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫോർമേഷൻ ആയിട്ടുള്ള 4-3-3 ഉപയോഗിക്കുമ്പോൾ അതിന് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്ലേയേഴ്സിൻ്റെ ഒരു റിക്വയർമെൻറ്റ് കൂടിയുണ്ട്. ഈ പറഞ്ഞ പോലെ പ്ലേയേഴ്സ് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് എടുക്കേണ്ടി വരും. അവരുടെ സ്റ്റാമിന, പേസ്, ട്രാക്ക് ബാക്ക് ചെയ്യുന്നതാണെങ്കിലും ഇപ്പോൾ കൗണ്ടർ പ്രസ്സിങ്ങിന് പോകുമ്പോൾ അവിടെയുള്ള ഫിസിക്കൽ സ്ട്രെങ്ത് ആ പന്ത് റിക്കവർ ചെയ്യാനുള്ള എബിലിറ്റി സോ അവിടെ എല്ലാം കുറച്ച് കൂടുതലുള്ള ഒരു ഇമ്പാക്റ്റീവ് ഫോർമേഷൻ ആവശ്യപ്പെടുന്നുണ്ട്. 4-4-2 എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ ഡിഫൻസീവ് വീക്ക്നെസ്സുകളും ഡിഫൻസീവിൽ വരുന്ന ഇഷ്യൂസൊക്കെ ഹൈഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഒരു ഫോർമേഷനായിട്ടും 4-3-3 അതേസമയം നമ്മുടെ എല്ലാ വീക്ക്നെസ്സും നല്ല രീതിയിൽ തുറന്നു കാട്ടുന്ന ഒരു ഫോർമേഷനായിട്ട് തോന്നുന്നുണ്ട്. സോ മാക്സിമം വീക്ക്നെസ് ഇല്ലാതിരിക്കുക എന്നുള്ളത് മാത്രമാണ് 4-4-2 നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. സോ നേരത്തെ പറഞ്ഞ 4-4-2 അദ്ദേഹം ഉപയോഗിക്കുന്ന മാച്ചസ് ഉണ്ട്. ഇവിടെ ഡബിൾ സ്ട്രൈക്കറായിട്ട് കളിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അതിനെപ്പറ്റി നമ്മൾ മറ്റൊരു വീഡിയോയിൽ സംസാരിക്കുന്നതായിരിക്കും. എന്തായാലും ഈ ഒരു വീഡിയോയിൽ ഈ പറഞ്ഞ 4-3-3 കുറച്ച് ചാലഞ്ചസും ആ ഒരു വരാൻ പോകുന്ന കുറച്ച് വെല്ലുവിളികളെ പറ്റിയാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാറുള്ളത്. എന്തായാലും ഇതല്ലാതെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ കാത്തിരിക്കുന്ന പ്രശ്നങ്ങൾ, ചാലഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ ഷെയർ ശ്രമിക്കുക. നമുക്ക് എന്തായാലും മറ്റു വീഡിയോയിൽ കാണാം. ബൈ.